വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്കിതിനെ പുഡിംഗ് എന്നോ കേക്ക് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ജലാറ്റിനോ ചൈനാഗ്രാസ് ഒന്നും വേണ്ട. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാനൊരു 400 ഗ്രാം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ബourbonൻ്റെ ബിസ്ക്കറ്റാണ്. ഇതുപോലെയുള്ള ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റുകൾ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പം മിക്സിയുടെ ജാറിലാണ് പൊടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പറിലും പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. പൾസ് മോഡിലിട്ടിട്ട് 2-3 തവണ ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തരിതരിപ്പായിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മെൽറ്റഡ് ബട്ടറാണ്. ഇതിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ്. ഞാൻ 125 ഗ്രാം ബട്ടറാണ് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്താൽ മതി. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞ പൂഴി പോലെ ഇരിക്കും. ആ ഒരു പാകത്തിലാണ് നമുക്ക് ബട്ടർ ചേർക്കേണ്ടത്. അപ്പം ആവശ്യത്തിനനുസരിച്ചുള്ള ബട്ടർ മാത്രം ചേർക്കുക. നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റിനനുസരിച്ചിട്ട് ബട്ടറിൻ്റെ മെഷർമെൻറ്റിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെടുത്തിട്ട് നോക്കുക. കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കണം. ആ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ കറക്റ്റ് 125 ഗ്രാം ബട്ടർ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കണം. ഇത് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു 5-6 ടേബിൾ സ്പൂണ് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന മിക്സ്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. ഈ ഒരു ഡെസേർട്ടിന് ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ 7 ഇഞ്ച് വായ്വട്ടമുള്ള ഒരു സ്പ്രിംഗ് ഫോം പാനിൻ്റെ റിങ്ങാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഞാൻ മുന്നേ ചീസ് കേക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വട്ടത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് ഇതുപോലെ റിങ് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തൈരിൻ്റെ ഒരു പാത്രത്തിൻ്റെ മേലെ നിന്ന് റിങ് കട്ട് ചെയ്തിട്ടെടുത്തതാണ്. അത് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇനി ഇതൊന്നല്ലാതെ നിങ്ങൾക്ക് ഡീമോൾഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുഡിംഗ് ട്രേസിലും ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുക. എന്നിട്ട് സെറ്റ് ആയതിനു ശേഷം ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഡീമോൾഡ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വെക്കുക. ആ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് സ്പ്രിംഗ് ഫോമിൻ്റെ റിങ് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഒക്കെ പ്രസ് ചെയ്യാം. പിന്നെ പ്രസ് ചെയ്യേണ്ട സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈഡിലേക്കും കുറച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പം സൈഡിൽ കുറച്ചൊരു ഹൈറ്റ് വേണം. ഒരു കുഴി പോലെ ഇരിക്കണം. ഒരു കിണറിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പില്ലേ, അതുപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ പാലിനെ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതല്ല സോർ ക്രീം ചേർക്കണം എന്നുള്ളവർക്ക് സോർ ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഫ്ലേവറിങ്ങിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒരു കോരി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കട്ടയും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലത്തെ ഒരു വയർ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഒരു മിക്സർ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ കുറച്ച് നേരം ഇളക്കിയാൽ മതി. കാരണം ഈ ഒരു മിക്സ്ചർ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് തന്നെ തിക്കായി കിട്ടും. അത്രയും ഈസിയാണ്. ഇപ്പോൾ ഇതാ ഏകദേശം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കട്ട പിടിക്കുകയൊന്നുമില്ല. പക്ഷേ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക.
ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അധികം മധുരമൊന്നും ചേർത്തിട്ടില്ല, ഒരു നോർമൽ മധുരമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബിസ്ക്കറ്റിൻ്റെ ലെയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കിയാൽ അതൊന്നും കയ്യിലേക്ക് വരില്ല. ഇനി നമുക്ക് ഈ ഒരു സെറ്റാക്കിയിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മേലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് വേറൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായി പോവും ചൂട് തണയുമ്പോഴേക്ക്. അപ്പോൾ ഡയറക്റ്റ് ചൂടോട് കൂടി തന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ലെവൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ലെവലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ്ചറില്ലേ, ഒരു 5-6 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഈവണായിട്ട് ആവുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിൽ ബട്ടർ മിക്സ് ചെയ്തതിനെ കൊണ്ട് ഇതിന് ആ ഒരു എന്താ പറയുക, നമ്മൾ നാവിൽ തരി പോലെ കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല ആ ഒരു ബട്ടറും ബിസ്ക്കറ്റ് എല്ലാം കൂടെ ചേർന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത്. 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അപ്പം തന്നെ നിങ്ങൾക്കിത് സെറ്റായിട്ട് കിട്ടും. അതല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെക്കേണ്ടി വരും. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വരുന്ന ലിസ്റ്റിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ വരും. ആഴ്ചയിൽ 2 തവണയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനും പറ്റും. ഇപ്പോൾ അതാ 3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മുടെ ഡെസേർട്ടിനെ പുറത്തെടുത്തിട്ടുണ്ട്. മുകളിൽ തൊട്ട് വയ്ക്കാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ആ ഒരു ജിഗ്ലിനെസ്സോ ആ സോഫ്റ്റ്നെസ്സോ എല്ലാം ഉണ്ടാവുക, നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് സ്പ്രിംഗ് ഫോം പാനിൻ്റെ ആ ഒരു ലോക്ക് തുറന്നിട്ട് ഈ റിങ് അങ്ങ് എടുത്ത് കളയാം. അതല്ല നിങ്ങൾ സ്പ്രിംഗ് ഫോം പാനിലല്ലാത്ത റിങ്ങാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് കത്തിയോണ്ടൊന്ന് വടിച്ചെടുത്തതിന് ശേഷം എടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല രസമാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കത്തി ഒന്ന് വൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ നടുവിലെ ലെയറിലാവാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ പുളിയും മധുരവും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടുവിൽ ചെയ്ത ഒരു ഫില്ലിംഗ് അല്ലേ, അതിൽ ക്രീം ചീസോ സോർ ക്രീമൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റിൽ തന്നെ ഉള്ളൊരു ഡെസേർട്ടായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്